സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന പല യുദ്ധങ്ങളും വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ഇസ്ലാമിന്റെ വളർച്ച, പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് നിരവധി ആളുകൾ കടന്നു വരുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. മക്ക ഫതഹിന് ശേഷമുള്ള ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹുനൈൻ യുദ്ധത്തിൽ വലിയ സമ്പത്താണ് ഇസ്ലാമിക സൈന്യത്തിന് കിട്ടിയത്. ആ സമ്പത്ത് വീതം വെക്കുന്ന സമയത്ത് അൻസാറുകൾക്കുണ്ടായ അസ്വാരസ്യങ്ങൾ പിന്നീട് തീർക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ ചരിത്ര വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് തബൂക്ക് യുദ്ധത്തിലേക്കുള്ള, ഹുനൈൻ യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹിയും സഹാബത്തും റോമൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട പുറപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. തുടർച്ചയായി ഓരോ വീഡിയോകളും നിങ്ങൾ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 38ാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു. ജഹറാനയിലെ ഒരു രംഗം മറക്കാനാവില്ല. ചില അൻസാരികൾ യുദ്ധമുതലുകളെ ഓഹരി വയ്പ് കണ്ട് ആശ്ചര്യപ്പെട്ടു. അവർ ആദ്യമായി യുദ്ധത്തിൽ പങ്കെടുത്തു. ഇസ്ലാമിൽ വന്നിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. ബദറും ഉഹദുമൊക്കെ കേട്ടുകേൾവിയേ ഉള്ളൂ. ചിലർ ശത്രുപക്ഷം ചേർന്ന് യുദ്ധം ചെയ്തിട്ടുമുണ്ട്. ഇസ്ലാമിന് വേണ്ടി അവർ ത്യാഗം സഹിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവർക്ക് എന്തിന് ഇത്രയേറെ സമ്പത്ത് നൽകി? ഞങ്ങൾ അൻസാരികൾ ഇസ്ലാം ദീനിനു വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു, എന്നിട്ടും ഞങ്ങൾക്ക് നൽകിയത് വളരെ നിസ്സാരം. ഇത് ശരിയാണോ? അൻസാറുകളിൽ ചിലർ അങ്ങനെ സംസാരിക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. വളരെ വിഷമം തോന്നി. നബി തങ്ങൾ അൻസാറുകളെ നോക്കി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: പ്രിയപ്പെട്ടവരെ, ഹുനൈനിൽ നിന്നും കിട്ടിയ യുദ്ധമുതലുകൾ ഞാൻ വിതരണം ചെയ്തതിൽ നിങ്ങൾ തൃപ്തരല്ലെന്ന് ഞാൻ കേട്ടു. എൻ്റെ വിതരണ രീതിയിൽ നിങ്ങൾ തൃപ്തരല്ലേ? അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാത്തതെന്ത്? ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ വഴികേടിലായിരുന്നു. ഞാൻ മൂലം നിങ്ങൾ സന്മാർഗത്തിലായി. പരസ്പര ശത്രുതയില്ലാതായി. നിങ്ങൾ സഹോദരങ്ങളായി. നിങ്ങൾ എനിക്ക് അഭയം നൽകി. പിന്നെ എന്നെ സ്വീകരിച്ചു. മറ്റുള്ളവർ എന്നെ നിഷേധിച്ചപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചു. ശരിയാണ്, നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ്. നവമുസ്ലിങ്ങൾക്ക് ഞാൻ കൂടുതൽ നൽകി. അവരെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ അങ്ങനെ ചെയ്തു. അവരുടെ വിശ്വാസം ശക്തമായിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം ശക്തമാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നൽകി. അത് നിങ്ങളെ വേദനിപ്പിച്ചുവോ? അവർ സ്വദേശത്തേക്ക് മടങ്ങുന്നത് ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻ പറ്റങ്ങളുമായിട്ടാണ്. നിങ്ങൾ സ്വദേശത്തേക്ക് പോകുന്നതോ അള്ളാഹുവിൻ്റെ റസൂലുമായിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? നിങ്ങൾക്ക് ലഭിച്ചതാണ് ഉത്തമം. അള്ളാഹുവാണേ, നിങ്ങൾക്ക് ലഭിച്ചതാണ് ഉത്തമം. അവർക്ക് ലഭിച്ചതിനേക്കാൾ നിങ്ങൾക്ക് ലഭിച്ചതാണ് ഉത്തമം. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാറുകളിൽ ഒരാളായി ജനിക്കുമായിരുന്നു. അൻസാറുകൾ വിശേഷപ്പെട്ട ജനങ്ങളാണ്. അൻസാറുകൾ ഒരു താഴ്വരയിലും മറ്റുള്ളവരെല്ലാം കൂടി മറ്റൊരു താഴ്വരയിലും പ്രവേശിച്ചു എന്ന് കരുതുക. ഞാൻ ആരോടൊപ്പം പ്രവേശിക്കും? സംശയം വേണ്ട, ഞാൻ അൻസാറുകളുടെ കൂടെയായിരിക്കും. തുടർന്ന് തിരുനബി പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, അൻസാറുകളോട് നീ കരുണ കാണിക്കണമേ. അവരുടെ മക്കളോടും മക്കളുടെ മക്കളോടും കരുണ കാണിക്കണമേ. എന്തൊരു ഹൃദയസ്പർശിയായ പ്രാർത്ഥന! എന്തൊരു മാസ്മര ശക്തിയുള്ള വാക്കുകൾ! അൻസാറുകൾക്ക് കേട്ടു നിൽക്കാനാകുമോ? അവർ പൊട്ടിക്കരഞ്ഞു. എന്തൊരബദ്ധമാണ് പറ്റിപ്പോയത്! നിസ്സാരമായ ധനത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകനെ വേദനിപ്പിച്ചു. ഇതെങ്ങനെ സഹിക്കും? അവർ പൊട്ടിക്കരഞ്ഞു. കണ്ണുനീർ കൊണ്ട് താടി രോമങ്ങൾ നനഞ്ഞു. ഗദ്ഗദത്തോടെ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് മതി. ഞങ്ങൾക്ക് ഓഹരിയായി റസൂല് മതി. എന്തൊരു പശ്ചാത്താപം! നബിയുടെ മുഖം തെളിഞ്ഞു. അൻസാറുകൾക്ക് ആശ്വാസമായി. അവരുടെ വിശ്വാസത്തിന് തിളക്കം കൂടി. സമാധാനത്തോടെ അവർ സ്വദേശത്തേക്ക് മടങ്ങി. നബി തങ്ങൾ അൻസാറുകളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സഹായകമായ ഒരു സംഭവമാണിത്. ഹവാസിൻ ഗോത്രക്കാരുടെ ഒരു പ്രതിനിധി സംഘം നബി തങ്ങളെ കാണാനെത്തി. പ്രവാചകൻ അവരെ സ്വീകരിച്ചിരുത്തി. ആഗമന ഉദ്ദേശം ആരാഞ്ഞു. അവർ ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങയോടൊരപേക്ഷയുണ്ട്.
ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും അങ്ങയുടെ തടവുകാരാണ്. അവർ അങ്ങയുടെ ബന്ധുക്കളാണ്. അങ്ങയുടെ പിതൃ സഹോദരിമാർ അക്കൂട്ടത്തിലുണ്ട്, മാതൃ സഹോദരിമാരുണ്ട്. ചെറുപ്പത്തിൽ അങ്ങയെ പരിചരിച്ച പോറ്റമ്മമാരുണ്ട്. അങ്ങയോട് ബാധ്യതയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അങ്ങ് ദയാലുവാണ്. നബി തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയുമാണോ വേണ്ടത്, അതോ സമ്പത്തോ? അവർ ഉടനെ ഇങ്ങനെ മറുപടി നൽകി, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും തന്നെ, അവരെ വിട്ടുതരണം. പ്രവാചകൻ ഇങ്ങനെ മറുപടി നൽകി, എനിക്കും അബ്ദുൽ മുത്തലിബ് ഗോത്രത്തിനും നീക്കിവെച്ചതെല്ലാം മടക്കിത്തരാം. അത്രയും ആശ്വാസം മറ്റുള്ളവരെയും കിട്ടണം. പ്രവാചകൻ അവരെ ഇങ്ങനെ ഉപദേശിച്ചു, മധ്യാഹ്ന നമസ്കാരത്തിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോട് ഇങ്ങനെ പറയണം, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും മടക്കി തരണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഞങ്ങൾ മുസ്ലിം സഹോദരങ്ങളോട് അപേക്ഷിക്കുന്നു. മുസ്ലിങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഓഹരി വിട്ടുതരാം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അന്ന് ളുഹർ നമസ്കാരത്തിന് ശേഷം ഹവാസിൻ ഗോത്ര പ്രതിനിധികൾ മുസ്ലിങ്ങളോടും പ്രവാചകനോടും അഭ്യർത്ഥന നടത്തി. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ അറിയിച്ചു, എനിക്കും അബ്ദുൽ മുത്തലിബ് ഗോത്രത്തിനുള്ളതും നിങ്ങൾക്കുള്ളതാണ്, ഞാനത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. പ്രവാചകരുടെ വാക്കുകൾ കേട്ടതോടെ മുഹാജിറുകൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കുള്ളതും പ്രവാചകന് അവകാശപ്പെട്ടത് തന്നെ, ഞങ്ങളിത് വിട്ടുതരുന്നു. അപ്പോൾ അൻസാറുകൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കുള്ളതും നബി തങ്ങൾക്കുള്ളതാണ്, ഞങ്ങളും അത് വിട്ടുതരുന്നു. ഹവാസിൻ ഗോത്രക്കാർക്ക് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും തിരിച്ചു കിട്ടി. അവരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു. അവരിൽ പലരും നബി തങ്ങളുടെ ബന്ധുക്കളായിരുന്നു. ബന്ധുക്കളുടെ കൂട്ടത്തിൽ വൃദ്ധയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അവരും ബന്ദിയായി. ആ സ്ത്രീ മുസ്ലിങ്ങളോട് ശബ്ദമുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ നേതാവിൻ്റെ സഹോദരിയാണ് ഞാൻ, മുലകിടി ബന്ധത്തിലെ സഹോദരി. മുസ്ലിങ്ങൾ ആ സ്ത്രീയെ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നബി തങ്ങൾ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. നബി തൻ്റെ തട്ടം വിരിച്ച് അവരെ അതിൽ ഇരുത്തി ആദരിച്ചു. അവരുടെ പേര് ഷൈമ എന്നായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെയുമാവാം. നബി തങ്ങൾ പറഞ്ഞു. അവർ സ്വന്തം കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വിലപിടിച്ച സമ്മാനങ്ങൾ നൽകി അവരെ തിരിച്ചയച്ചു. ശത്രുക്കളുടെ നേതാവായ മാലിക് ബിൻ ഔഫ് ഇസ്ലാം മതം സ്വീകരിച്ചു വരികയാണെങ്കിൽ അയാളുടെ കുടുംബത്തെ വിട്ടുകൊടുക്കാം, സ്വത്ത് നൽകാം, 100 ഒട്ടകങ്ങളെ സമ്മാനവും നൽകാം. നബി തങ്ങൾ പ്രഖ്യാപിച്ചു. ഹവാസിൻ ഗോത്രക്കാർ വിവരം അദ്ദേഹത്തെ അറിയിച്ചു. വളരെ രഹസ്യമായി കുതിരപ്പുറത്ത് കയറി അദ്ദേഹം പ്രവാചകനെ കാണാനെത്തി. ഇസ്ലാം മതം സ്വീകരിച്ചു. ബന്ധുക്കളെ കിട്ടി, സ്വത്ത് കിട്ടി, സമ്മാനവുമായി 100 ഒട്ടകങ്ങളെയും കിട്ടി. മാലിക് ബിൻ ഔഫ് സന്തോഷത്തോടെ തിരിച്ചുപോയി. സമാധാനത്തോടെ ജീവിക്കാനുള്ള മുസ്ലിങ്ങളുടെ ആഗ്രഹം സഫലമായില്ല. മക്ക വിജയം കഴിഞ്ഞ് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഹുനൈൻ യുദ്ധത്തിൻ്റെ ആരവം മുഴങ്ങിയത്. ഹുനൈൻ ആദ്യഘട്ടം വൻ പരീക്ഷണമായിരുന്നു. പിന്നെ വിജയം. വമ്പിച്ച യുദ്ധമുതലുകൾ കിട്ടി. ഇനിയൊരു ആശ്വാസം കിട്ടുമെന്ന് കരുതി മദീനയിലേക്ക് മടങ്ങി. മദീനയിൽ ക്ഷാമം പിടിപെട്ടിരിക്കുന്നു. ഓരോ കുടുംബത്തിലേക്കും ദാരിദ്ര്യം ഇഴഞ്ഞു കയറി വന്നു. ഈത്തപ്പഴം പാകമായി വരുന്നതേയുള്ളൂ. മുന്തിരിയും വിളഞ്ഞില്ല. വിളവെടുപ്പിന് ഇനിയും മാസങ്ങൾ വേണ്ടിവരും. ഭക്ഷ്യവസ്തുക്കൾ കുറവ്, കയ്യിൽ പണമില്ല. എല്ലാവരും പ്രയാസത്തിലാണ്. ദുരിതങ്ങൾ നിറഞ്ഞ ആ നാളുകളിൽ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയാലോ? മുസ്ലിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വമ്പിച്ച സന്നാഹങ്ങളോടെ ശത്രുക്കൾ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും ശക്തമായ വൻ സൈന്യത്തെ നേരിടേണ്ടി വരിക. ആ സൈന്യത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ മദീനയിൽ എത്തി. ഏറ്റവും വലിയ പരീക്ഷണമാണ് മനുഷ്യ മനസ്സിലെ ഇഖ്ലാസ്, ആത്മാർത്ഥത പരീക്ഷിക്കപ്പെടുകയാണ്. സത്യവിശ്വാസവും കപടവിശ്വാസവും വേർതിരിക്കപ്പെടുന്ന വമ്പിച്ച പരീക്ഷണം. അന്നത്തെ ലോകശക്തിയോടാണ് പോരാടേണ്ടത്. റോമും പേർഷ്യയുമായിരുന്നു അന്നത്തെ ലോകശക്തികൾ. പേർഷ്യക്കാരെ ചില യുദ്ധങ്ങളിൽ പുറം തള്ളിയിരിക്കുകയാണ് റോമാ സാമ്രാജ്യം. ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ലോകശക്തിയായി റോമാ സാമ്രാജ്യം. ആ ശക്തിയാണ് ഇസ്ലാമിക സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ലോകശക്തിയെ നേരിടണം, അതിന് സജ്ജമാകണം. മോത്ത യുദ്ധത്തിൻ്റെ പ്രതികാരം ചെയ്യാനാണ് റോമയുടെ പുറപ്പാട്. പകരം വീട്ടാതെ അവർക്കിനി വിശ്രമമില്ല.
നേരത്തെ മൂത്ത യുദ്ധത്തെപ്പറ്റി നാം വിശദീകരിച്ചു. മൂത്ത യുദ്ധത്തിലെ പരാജയത്തിന് പകരം വീട്ടാൻ സീസർ ഇറങ്ങിയിരിക്കുകയാണ്. മൂത്തത്ത് യുദ്ധത്തിൻ്റെ പ്രതികാരമാണ് തബൂക്ക്. അതിന് തെരഞ്ഞെടുത്ത സമയമോ മദീനയിൽ ദാരിദ്ര്യം പടർന്നു പിടിച്ച കാലം തന്നെ. മൂത്തത്തിലെ വൻ വിജയം അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്ലാം വ്യാപിപ്പിക്കാൻ ഇടയാക്കി. ദൂരദേശങ്ങളിലൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള വാർത്തയെത്തി. ഇസ്ലാം ഒരു സംസാര വിഷയമായി. റോമാ സൈന്യത്തിലെ ഒരു കമാൻഡറുടെ മതം മാറ്റം വലിയ കോളിളക്കം സൃഷ്ടിക്കുകയുണ്ടായി. സീസറിൻ്റെ സൈന്യത്തിലെ ധീര സൈന്യാധിപൻ ഇസ്ലാം മത തത്വങ്ങളിൽ ആകൃഷ്ടനായി ഷഹാദത്ത് കലിമ ചൊല്ലി. ഫർവത്ത് ബിൻ അംറിൽ ജുമാദി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച വിവരം സീസർ അറിഞ്ഞു. ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കൊട്ടാരത്തിൽ ഹാജരാക്കി. അവിടെ വന്നുകൂടിയവർ അദ്ദേഹത്തെ അവജ്ഞയോടെ നോക്കി നിന്നു. നീ ഇസ്ലാം മതം ഉപേക്ഷിക്കണം, സൈന്യത്തിൽ ഉന്നത സ്ഥാനത്ത് തന്നെ തുടരണം, സീസർ കൽപ്പിച്ചു. ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയില്ല, ഞാൻ സത്യവിശ്വാസിയായി തന്നെ ജീവിക്കും. ഫർവത്ത് ശാന്തനായി പറഞ്ഞു, എങ്കിൽ നീ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കും. സീസർ അലറി, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി എത്ര കടുത്ത ശിക്ഷയും ഞാൻ സഹിക്കും. ഫർവത്തിൻ്റെ ദൃഢമായ മറുപടി. ദുഷ്ടൻ, മ്ലേച്ഛൻ, നന്ദി കെട്ടവൻ, കേട്ടുനിന്നവർ വിളിച്ചു പറഞ്ഞു, എല്ലാ പദവികളിൽ നിന്നും ഞാൻ ഇവനെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇവൻ ജീവിച്ചിരുന്നാൽ ആപത്താണ്, വധിച്ചു കളയുക. സീസറുടെ കൽപ്പന വന്നു. പട്ടാളക്കാർ ഫർവത്തിനെ വധിക്കാൻ കൊണ്ടുപോയി. ഭക്തി നിർഭരമായ ഹൃദയത്തോടെ അദ്ദേഹം നിന്നുകൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫർവത്ത് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഫർവത്തിൻ്റെ ഈമാൻ ജനങ്ങളെ പിടിച്ചുകുലുക്കി. പലരും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി. ഈ സംഭവവും സീസറെ മുസ്ലിങ്ങൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. യുദ്ധം അനിവാര്യമായെന്ന് സീസർ തീരുമാനിച്ചു. നബി തങ്ങൾ നേതൃത്വം നൽകിയ യുദ്ധം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയോട് നടത്തിയ യുദ്ധം, അതാണ് തബൂക്ക് യുദ്ധം. മദീനയിൽ നിന്നും 14 മർഹല അകലെ കിടക്കുന്ന പ്രദേശമാണ് തബൂക്ക്. ഭാരം ചുമക്കുന്ന ഒട്ടകം ഒരു പകൽ കൊണ്ട് നടന്നെത്തുന്ന ദൂരമാണ് ഒരു മർഹല. പ്രവാചകൻ തൻ്റെ അനുയായികളെ വിളിച്ചുകൂട്ടി തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു. ക്ഷാമകാലമാണ്, ആഹാരത്തിന് പഞ്ഞം, വിളവെടുക്കാൻ സമയമായില്ല, കയ്യിൽ പണമില്ല, കാലാവസ്ഥ വളരെ പ്രതികൂലം, അത്യുഷ്ണം, ദീർഘയാത്രയ്ക്ക് പറ്റിയ കാലാവസ്ഥയല്ല. തബൂക്ക് വളരെ ദൂരെയാണ്, അവിടെ എത്താൻ പാടുപെടണം. നേരിടാനുള്ളതോ ഏറ്റവും ശക്തനായ ശത്രുവിനെയാണ്. ഒരു യുദ്ധം വന്നു വീണിരിക്കുകയാണ് നമ്മെ തുടച്ചു നീക്കാൻ. യുദ്ധത്തിനൊരുങ്ങയല്ലാതെ മറ്റൊരു വഴിയുമില്ല. വമ്പിച്ച പണച്ചെലവുള്ള യുദ്ധമാണിത്. സംഭാവന ചെയ്യുക, യുദ്ധ ഫണ്ടിലേക്ക് വമ്പിച്ച സംഭാവനകൾ നൽകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭാവന ചോദിക്കുന്നു. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നവരെന്ത് നൽകും? കയ്യിലുള്ളവർ നൽകട്ടെ. സ്വഹാബികൾ വീടുകളിലേക്ക് ഓടി. സംഭാവനകൾ നൽകാനുള്ള തുകകളുമായി അവർ ആവേശപൂർവ്വം തിരിച്ചെത്തി. 4000 ദിർഹമുമായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയത്. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കർ, താങ്കൾ തബൂക്ക് യുദ്ധ ഫണ്ടിലേക്ക് എന്താണ് കൊണ്ടുവന്നത്? 4000 ദിർഹം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി. കേട്ട് നിന്നവർ ഞെട്ടിപ്പോയി. 4000 ദിർഹം താങ്കൾ കൊണ്ടുവന്നു. ഒന്ന് ചോദിച്ചോട്ടെ, താങ്കളുടെ കുടുംബത്തിന് വേണ്ടി എന്താണ് നീക്കിവെച്ചത്? നബി വീണ്ടും ചോദിച്ചു. അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കേട്ട് സ്വഹാബികൾ സ്തബ്ധരായിപ്പോയി. കുടുംബത്തിന് വേണ്ടി യാതൊന്നും മാറ്റിവെക്കാതെ ഉള്ളത് മുഴുവൻ യുദ്ധ ഫണ്ടിലേക്ക് കൊണ്ടുവന്ന മഹാൻ. തൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാഗവുമായി ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു നിൽപ്പുണ്ട്. ഏറ്റവും വലിയ സംഭാവന തൻ്റേതായിരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ വളരെ പിന്നിലാക്കി കളഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസ്താവിച്ചു, എനിക്കൊരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാനാവില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയൊരു സംഭാവനയുമായി എത്തി. ധനികനായ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ സംഭാവന നൽകി. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ആസിബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു എന്നിവരും കനത്ത സംഭാവനകൾ നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വമ്പിച്ച സമ്പത്ത് സംഭാവന ചെയ്തു. 10,000 ദീനാർ, 300 ഒട്ടകങ്ങൾ, 70 കുതിരകൾ. അതിശയിപ്പിക്കുന്ന സംഭാവന തന്നെ. 1000 ഒട്ടകങ്ങളൊന്നും അഭിപ്രായമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പ്രശംസിച്ചു, പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വഹാബികളിൽ ഈ സംഭാവനകൾ വലിയ സ്വാധീനം ചെലുത്തി. അവർ കയ്യിലുള്ളത് കൊടുക്കാൻ തുടങ്ങി. അതിനിടയിൽ സ്ത്രീകളുടെ വക സംഭാവനകൾ വരാൻ തുടങ്ങി. കാതിലും കഴുത്തിലുമുള്ള ആഭരണങ്ങൾ അഴിച്ച് ഭർത്താക്കന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചു.
അവയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത്രയും വലിയ സംഭാവന ശേഖരണം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. വറുതിയുടെ കാലത്ത് വൻ പിരിവ് കപടവിശ്വാസികൾ മാറി നിൽക്കുന്നു. സത്യവിശ്വാസികൾ ആവേശപൂർവ്വം മുമ്പോട്ട് വരുന്നു. സൈന്യം സജ്ജമായി വരികയാണ്. 30,000 സൈനികർ. അത്രയും വലിയ സൈന്യം മുമ്പൊരിക്കലും സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശം പതാക നൽകി വൻ സൈന്യം പുറപ്പെടുകയാണ്. വിഷമം പിടിച്ച മാർഗത്തിലൂടെ ദീർഘദൂര യാത്ര ചെയ്യണം തബൂക്കിലെത്താൻ. സൈന്യം പുറപ്പെടുകയാണ്. പ്രവാചകനും മദീന വിടുകയാണ്. മദീനയുടെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ ഒരുപാട് ക്രമീകരണങ്ങൾ വേണ്ടി വന്നു. ഭരണകാര്യങ്ങൾ കാര്യക്ഷമമായി നടക്കണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി മദീനയിൽ തന്നെ നിർത്തി. പ്രവാചകൻ സൈന്യത്തിൽ വന്നു ചേർന്നു. മദീനയുടെ അതിർത്തി കടന്നു. വൻ സൈന്യം നീങ്ങി. പൊടിപടലമുയർന്നു. വിശാലമായ മരുഭൂമിയിലൂടെ ദീർഘയാത്രയാണ്. ആബാലവൃദ്ധം ജനങ്ങൾ അത് നോക്കി നിന്നു. മരുഭൂമികൾ താണ്ടിക്കടന്ന് ശാം വരെ എത്തണം. സത്യവിശ്വാസത്തിൻ്റെ അഗ്നി പരീക്ഷണം. കത്തിപ്പടരുന്ന ചൂട്. താപനില കൂടിക്കൂടി വന്നു. സൈനികർ വിയർത്ത് കുളിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. കൈവശമുള്ള വെള്ളം മിക്കവാറും തീർന്നു. എല്ലാവർക്കും സൗകര്യമായി യാത്ര ചെയ്യാൻ മാത്രം ഒട്ടകങ്ങളില്ല. ഒരു ഒട്ടകപ്പുറത്ത് പലരും പാറി മാറി യാത്ര ചെയ്യുന്നു. ഒരാൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ നടക്കും. ഊഴം വെച്ചാണ് ഒട്ടകപ്പുറത്ത് കയറുന്നത്. 10,000 കുതിരപ്പടയാളികൾ ഏറ്റവും മുമ്പിൽ സഞ്ചരിക്കുന്നു. അതൊരു വലിയ കാഴ്ച തന്നെ. ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടും ആദരവോടും കൂടി നോക്കി നിൽക്കുന്നു. ഹിജ്ർ പ്രദേശം അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയ നാട്. ഇപ്പോൾ സൈന്യം ആ പ്രദേശത്ത് എത്തിയിരിക്കുന്നു. ആ ചരിത്ര സംഭവങ്ങൾ സത്യവിശ്വാസികളുടെ ഓർമ്മയിൽ വരുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ചവർ. അവിടെയാണ് സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അവർ ഉന്നത സൗധങ്ങൾ നിർമ്മിച്ച് സുഖമായി ജീവിച്ചു. നല്ല ആരോഗ്യമുള്ള മനുഷ്യർ. അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു, സ്വാലിഹ് നബി അലൈഹിസ്സലാം. പ്രവാചകനെ അവർ കളവാക്കി. അവർ ധിക്കാരികളായി ജീവിച്ചു. ഒടുവിൽ അള്ളാഹുവിൻ്റെ ശാപമിറങ്ങി. വിശാലമായ പ്രദേശം. അവിടെ താവളമടിക്കാതെ യാത്ര തുടരാനാവില്ല. നബി അനുയായികൾക്ക് അവിടെ താവളമുറപ്പിക്കാൻ കൽപ്പന നൽകി. ഉടനെ ആളുകൾ പാത്രങ്ങളുമായി ഇറങ്ങി. അവർക്ക് വെള്ളം വേണം. നബി അവരെ വിലക്കി. ജനങ്ങളെ, ഇവിടുത്തെ വെള്ളം കുടിക്കരുത്. അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കരുത്. ആരെങ്കിലും ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ച് മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. മാവ് ഒട്ടകത്തിന് നൽകുക. നിങ്ങളത് ഭക്ഷിക്കരുത്. ശപിക്കപ്പെട്ട പ്രദേശമാണിത്. രാത്രി സമയത്ത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത്. പ്രവാചകന്റെ വാക്കുകൾ അവരെ ഭയപ്പെടുത്തി. സമൂദ് ഗോത്രം അവരെ നശിപ്പിച്ച ഭൂമി. അതിൻ്റെ വിനാശം ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ മണൽക്കാറ്റ് അത് മനുഷ്യനെയും മൃഗങ്ങളെയും നശിപ്പിക്കും. സ്വഹാബികൾ ദാഹം കൊണ്ട് തളർന്നിരുന്നു. ഒന്ന് കുളിക്കാതെ ക്ഷീണം തീരില്ല. വീണ്ടും യാത്ര. ക്ഷീണവും ദാഹവും അവഗണിച്ചുള്ള യാത്ര. എല്ലാ വഴികളും അടയുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായം വരും. ഇതാ സഹായത്തിൻ്റെ സമയമായിരിക്കുന്നു. ഇനിയും സഹായം എത്തിയില്ലെങ്കിൽ സർവനാശം വരും. പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ നിരന്നു. മഴ കോരിച്ചൊരിഞ്ഞു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ചൊരിഞ്ഞു. ദാഹം തീർത്തു. നന്നായി കുളിച്ചു. വെള്ളം പാത്രങ്ങളിൽ ശേഖരിച്ചു. മൃഗങ്ങൾ വയറു നിറയെ വെള്ളം കുടിച്ചു. ചൂട് കുത്തിപ്പടരുന്ന മരുഭൂമിയിൽ സത്യവിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹം. അവർ സന്തോഷപൂർവ്വം യാത്ര തുടർന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 38-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള തബൂക്ക് യുദ്ധത്തിന്റെ ഭാഗങ്ങളാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പുറപ്പാടുകൾ നടത്തി റസൂലുള്ളാഹിയും സ്വഹാബത്തും പുറപ്പെട്ട റോമൻ സൈന്യത്തിനെതിരെ നടത്തിയ യുദ്ധം, തബൂക്ക് യുദ്ധം. യഥാർത്ഥത്തിൽ അതൊരു യുദ്ധം നടത്തേണ്ടി വരാതെ തന്നെ തിരിച്ചു വരികയും വലിയ വിജയം നേടുകയും ചെയ്ത യുദ്ധമാണ് തബൂക്ക് യുദ്ധം. മുസ്ലിം സൈന്യത്തിന്റെ പുറപ്പാട് കണ്ട് തന്നെ റോമൻ സൈന്യം ഭീതിയിലാഴ്ന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് തബൂക്ക് യുദ്ധത്തിലൂടെ. തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്. ചരിത്രത്തിന്റെ 39-ാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.